ദൈവ മക്കളുടെ കൂടിന് ഒരു ചെറിയ ഇളക്കം തട്ടിയാൽ അപ്പോൾ ചിന്തിച്ചോണം നാം ഉയർന്ന് പറക്കുവാൻ സമയം. ഹസ്ബൻഡ് അതിനെക്കുറിച്ച് പറഞ്ഞത് നൂലിൽ കെട്ടിയിറക്കിയ അത്ഭുതം അഡ്മിഷൻ എന്നാണ്. ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം ആവർത്തന പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. ഭയപ്പെടാതെ ശക്തരും ധൈര്യമുള്ളവരുമായിരിപ്പിൻ, കാരണം ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ പോരുന്നു. അവൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ! ഇത്ര ധൈര്യവും പ്രത്യാശയും നൽകുന്ന വചനമാണിത്. ഇതൊരു മനുഷ്യൻ നൽകുന്ന വാക്കല്ല, സകലത്തെയും ഉളവാക്കിയ സകലത്തിന്റെ ഉടയവനായ സർവശക്തൻ നൽകുന്ന വാക്കാണ്, ഉറപ്പാണ് ഈ വചനം. ആമേൻ. ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ബൈബിൾ ഒരിക്കലും നമ്മോട് പറയുന്നില്ല നാം ശക്തരായി തീരുവാൻ സ്വയം ശ്രമിക്കണമെന്ന്. മറിച്ച് ബൈബിൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ശക്തരാകൂ, ധൈര്യമായിരിക്കൂ എന്നാണ്. നമുക്ക് ശക്തി തരുന്നത് നമ്മുടെ അസൈൻമെന്റുകൾ അനുസരിച്ചിട്ടാണ്. ഹല്ലേലൂയ! നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഞാൻ എന്നാൽ ഇന്ന് ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഡോക്ടർമാരിൽ നിന്ന് ചില വാർത്തകൾ ലഭിച്ചിരിക്കാം. പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഇവിടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം, ജോലി പ്രശ്നങ്ങളാവാം, എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ ഈ ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകിയാണ്, ധൈര്യമായിരിപ്പിൻ, ഭയപ്പെടേണ്ട. നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൊക്കെയും ദൈവം നമ്മുടെ കൂടെ പോകുന്നു എന്ന്, ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് ധൈര്യമായിരിക്കുവിൻ. ഹല്ലേലൂയ! നാം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭയപ്പെട്ടിരിക്കുമ്പോൾ, ധൈര്യമില്ലാതിരിക്കുമ്പോൾ, പ്രത്യാശയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കി നാം ഈ വചനം പറയുക, ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എന്റെ ദൈവമായ കർത്താവ് എന്റെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം എന്നോടൊപ്പമുണ്ട്. ആമേൻ. ആ ദൈവം എന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല എന്ന്. ഈ വചനം നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്പെടുന്ന വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ആമേൻ. നാം വചനം വിളിച്ചു പറയുമ്പോൾ ആ വചനം സ്വർഗത്തിൽ അറ്റസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ! സാഹചര്യം എത്ര പ്രതികൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ദൈവവചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം പദ്ധതികൾ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ സാധ്യമാകും എന്ന് വിശ്വസിക്കുക. നാം നോക്കുമ്പോൾ സാഹചര്യം നമുക്ക് എതിരായിരിക്കാം, എന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ഒരു സാഹചര്യത്തിനും നിൽക്കാൻ പറ്റില്ല. വചനം പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ആമേൻ. നാം സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കരുത്, കാരണം നാം ദൈവമക്കളാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം ഒരു നിമിഷം പോലും നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് വെറും പ്രചോദനം നൽകുന്ന വാക്കുകളല്ലിത്. ഇറ്റ്സ് റൂട്ടഡ് ഇൻ ആൻ അൺഷേക്കബിൾ ഗോഡ്സ് പ്രോമിസ്. ഹല്ലേലൂയ! ഒരിക്കലും ചഞ്ചലിക്കാത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ്, പ്രോമിസാണിത്. ആമേൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെയും കടന്നുപോയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹസ്ബൻഡിന്റെ ജോലിക്കാര്യത്തിലൊക്കെ. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെറുതും വലുതുമായ സാഹചര്യങ്ങളിലൂടെയൊക്കെയും കടന്നുപോയത് നിങ്ങളുടെ മുമ്പിലിരുന്ന് ധൈര്യമായി, ഈ ദൈവം നല്ലവനാണ്, ധൈര്യമായിരിക്കൂ, ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറയാൻ എന്നെ ബലപ്പെടുത്തുന്നു. ആമേൻ. ദൈവ മക്കളുടെ കൂടിന് ഒരു ചെറിയ ഇളക്കം തട്ടിയാൽ അപ്പോൾ ചിന്തിച്ചോണം നാം ഉയർന്ന് പറക്കുവാൻ സമയമായി. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള ഏതു പരാജയവും അവന്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഒരു ജോലി നഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, നിരാശപ്പെടേണ്ട. അതിനേക്കാൾ മെച്ചമായ ഹല്ലേലൂയ ഒരു വഴി ഒരുക്കി വച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തെ അതിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ വാ എന്ന് പറയത്തക്ക വിധത്തിലുള്ള ഹല്ലേലൂയ, കാരണം നാം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ശത്രു പറയും തീർന്നു, എന്നാൽ ദൈവം പറയും തീർന്നിട്ടില്ല. വെയിറ്റ്,
എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി. ഹല്ലേലൂയ. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് ഇല്ലാഞ്ഞ അവസ്ഥ, ശൂന്യതയുടെ അവസ്ഥ ഉണ്ടായി. എങ്കിലും കർത്താവ് അതിൽ ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ, അതുവരെ രുചിക്കാത്ത ഏറ്റവും മാധുര്യമുള്ള വീഞ്ഞ് ഒരുക്കത്തക്ക വിധത്തിൽ ആമേൻ ആ സാഹചര്യത്തെ ദൈവം മാറ്റി തീർത്തു. വെറുതെ കളിക്കളത്തിലിരുന്ന് കളി കാണുന്ന ഒരു ദൈവത്തെ അല്ല നാം വിശ്വസിക്കുന്നത്. ആമേൻ. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു സാക്ഷ്യം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മകൾക്ക് ഒരു MBBS അഡ്മിഷന് വേണ്ടി ഞങ്ങൾ കർണാടകയിലേക്ക് പോയി. അത് ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന്റെ തലേ ദിനമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുകയും അഡ്മിഷൻ കിട്ടില്ല എന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു. എന്റെ മകൾ ഒരു ഡിഗ്രി കോഴ്സിന് ചേരാമെന്ന് തീരുമാനിച്ചു. എന്നാൽ നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് ഒരു വാക്ക് ഞങ്ങൾ പറയുകയുണ്ടായി. അന്ന് രാത്രി 10 മണിയോടുകൂടെ ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് മുമ്പായി എന്റെ ഹസ്ബൻഡ് ഒരു ഓഫീസറുമായി സംസാരിച്ചു. അവിടെ ഒരു 23 വയസ്സ് പ്രായം തോന്നുന്ന ഒരു പയ്യൻ നിന്നിരുന്നു. പയ്യൻ എന്നോട്, ആന്റി, നിങ്ങൾ മെഡിസിൻ അഡ്മിഷൻ എടുക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ സഹോദരി ഒരു ഡോക്ടറാണെന്നും ബ്രദർ ഇൻ ലോ കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന ഒരാളാണെന്നും അവൻ പറയുകയുണ്ടായി. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എന്റെ കൂടെ വന്നാൽ അവരെ പരിചയപ്പെടുത്തി തരാം എന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാനത് ഹസ്ബൻഡിനോട് പറയുകയുണ്ടായി. ആ പയ്യന്റെ കാറിൽ തന്നെ ഞങ്ങളെ മടിക്കേരി എന്ന സ്ഥലത്ത് രാത്രി 10 മണിക്ക് ശേഷം യാത്ര ചെയ്തു. പോകുന്ന വഴിയിൽ മകൾ എന്നോട് പറഞ്ഞു, മമ്മ, ഞാന് എന്റെ സ്വപ്നത്തിൽ ഇതേ വഴിയിലൂടെ പോയിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതായി കണ്ടു എന്ന്. മടിക്കേരി എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു റിസോർട്ട് ഒരുക്കിയിരുന്നു. അവിടെ അവർ തന്നെ റൂമും ഭക്ഷണവും ഒരുക്കി. രാവിലെ KVG എന്ന മെഡിക്കൽ കോളേജിലേക്ക് അവന്റെ സഹോദരിയും ആ ബ്രദർ ഇൻ ലോയും ഞങ്ങളെ കൊണ്ടുപോവുകയുണ്ടായി. ആ ദിവസം 5 മണിയോടുകൂടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ക്ലോസ് ആകുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 3:30 മണിയായപ്പോൾ എന്റെ മകൾക്ക് ഒരു അഡ്മിഷൻ അവിടെ ലഭിക്കുകയുണ്ടായി. ഇന്ന് അവൾ ഒരു ഡോക്ടറാണ്. ആമേൻ. എന്റെ ഹസ്ബൻഡ് അതിനെക്കുറിച്ച് പറഞ്ഞത് നൂലിൽ കെട്ടിയിറക്കിയ അത്ഭുതം അഡ്മിഷൻ എന്നാണ്. ആമേൻ. ഞങ്ങളുടെ മകനും 5ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. എനിക്ക് അന്ന് ആ പയ്യനെ ദൈവം അയച്ച ഒരു ദൂതനെ പോലെ തോന്നി. അതേ ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ നാം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ട വന്നേക്കാം. മുമ്പിൽ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന അവസ്ഥകൾ വന്നേക്കാം. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം ഒരു വഴി തുറന്നിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതികളും സുരക്ഷിതമാണ്. ഹല്ലേലൂയ. അതേ ദൈവ പൈതലേ, ഈ വചനം പറയും പോലെ ധൈര്യമായിരിക്കൂ, ഭയപ്പെടാതെ. കാരണം ദൈവമായ കർത്താവ് നമുക്ക് മുമ്പേ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതെ, നമ്മെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ നാം വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. തക്ക സമയത്ത് ദൈവം അവിടെ വഴിയൊരുക്കും. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, രാത്രി മുഴുവൻ മീൻ പിടിക്കുവാൻ വലവീശി തളർന്ന പത്രോസിനോട് യേശു ആവശ്യപ്പെടുകയാണ്, നീ ആഴത്തിലേക്ക് വലയെറിഞ്ഞോ എന്ന് പറയുന്നു. പത്രോസ് മറുപടി പറയുന്നുണ്ട്, ഞാൻ രാത്രി മുഴുവൻ വീശി തളർന്നിരിക്കുകയാണ്. എങ്കിലും ഗുരു, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ആമേൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. വലവീശി തളർന്നിരുന്ന പത്രോസിന്റെ ഹൃദയത്തെ യേശു കണ്ടിരുന്നു. പത്രോസ് ആവശ്യപ്പെടാതെ തന്നെ ഹല്ലേലൂയ പത്രോസിനോട് ആഴത്തിൽ വല വീശുവാൻ യേശു പറയുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പത്രോസിന്റെ വല കീറുമാറ് മീൻ കയറുക മാത്രമല്ല, ആ പടകം നിറഞ്ഞു. അടുത്ത് നിന്ന പടകിനെയും കൂടെ വിളിച്ച് അതിനെയും നിറച്ചു കൊടുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം വല വീശി തളർന്നിരിക്കുകയാണോ? അതേ, ദൈവം നമ്മെ കാണുന്നുണ്ട്. അതേ ദൈവ പൈതലേ, നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒരു കാര്യം, യേശു ഇടപെട്ടാൽ അവിടെ സമൃദ്ധി. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം വാക്യം പറയാണ്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുമെന്ന്. ആമേൻ.
അതേ ദൈവ പൈതലേ, ദൈവം വചനത്തിലൂടെ നമ്മോട് പറയാണ്, അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ ഹല്ലേലൂയ ഒരിക്കലും തുറക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന ചില വാതിലുകളെ നോക്കി ഇന്ന് വചനം പറയുകയാണ്, ഹല്ലേലൂയ, നിനക്ക് മുമ്പായി ചെല്ലും ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കും. ആമേൻ. ഒരിക്കലും നന്മ കാണരുത്, ഉയർച്ച കാണരുത് എന്ന് ശത്രു വാദിച്ചു വെച്ചിരിക്കുന്ന ഏതവസ്ഥകളാണെങ്കിലും ഇന്ന് ദൈവം നമുക്ക് മുന്നായി കടന്നു ചെന്നാൽ വചനം പറയുകയാണ്, ആ ദൈവശക്തി ദുർഘടങ്ങളെ തകർത്തു മാറ്റുമെന്ന്. ആമേൻ. മാത്രമല്ല, എത്തേണ്ടടുത്ത് ദൈവം എത്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗാഡ്. അതെ, വചനം പറയുകയാണ്, ഞാൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല എന്ന്. ആമേൻ. ഇപ്പോൾ പണമുണ്ട്, എന്നാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില അവസ്ഥകൾ, ചിലപ്പോൾ ശൂന്യമായി പത്രോസിനെ പോലെ നിൽക്കുന്ന അവസ്ഥ. എന്നാൽ ഇതിൽ രണ്ടിലും ഇടപെടാൻ പറ്റുന്നവനിലാണ് നമ്മുടെ കണ്ണെങ്കിൽ ഹല്ലേലൂയ, അവിടെ നമുക്ക് ദൈവം തുറക്കുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും കാണുവാൻ സാധിക്കും. ആമേൻ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ. നിരാശയോടെ പ്രതീക്ഷയറ്റിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കൂ, ഞാൻ എൻ്റെ തക്ക സമയത്ത് പ്രവർത്തിക്കും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കൂ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നൊരു ദിവസം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ മിച്ചം വെച്ച ആശ്വാസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരെ കാണുന്നതിനായി നന്ദി പറയുന്നു. ദൈവം അവർക്കൊപ്പമുണ്ടെന്നും ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാത്ത ദൈവമാണെന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങളിലും ദൈവമേ അങ്ങയുടെ കരം ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരാരും ലജ്ജിച്ചു പോകത്തില്ലല്ലോ അപ്പാ. അങ്ങയുടെ കൃപയാലും കരുണയാലും അവരെ പൊതിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഓരോ കാര്യങ്ങളും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങങ്ങനെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. വിളിച്ചപ്പ വിശ്വസ്തനെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഹല്ലേലൂയ അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ നാഥ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയത്തക്ക വിധത്തിലുള്ള സാക്ഷ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വലിയ സാക്ഷ്യങ്ങളുമായി മടങ്ങി വരൂ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ.